ആത്മനമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിന്ന് കറണ്ട് ഫീലിങ്സ് ഓഫ് മൈ പേഴ്സൺ വീഡിയോ ചെയ്യാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമുക്കിവിടെ കിട്ടിയിരിക്കുന്ന കാർഡ്സ് ദ എംപ്രസ്, ദ ഫൂൾ, 4 of Cups, King of Pentacles, ദ എംപറർ. ഈ 4 of Cups ഇവിടെ വന്നിരിക്കുന്നത് കൊണ്ട് ആളിപ്പോൾ നിരാശയിലാണ്, അതായത് കുറച്ച് ചിന്തയിലാണ്. ഇനി എന്താണ്, ഇനി മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള ആശയക്കുഴപ്പത്തിലാണ്, കൺഫ്യൂഷനിലാണ് ആൾ. ഇനി എങ്ങാനും ഇപ്പോൾ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ്, അപ്പോൾ ഇനി എങ്ങാനും ഞാൻ എന്തെങ്കിലും അബദ്ധത്തിൽ എൻ്റെ നാവിൽ നിന്ന് വീണാൽ ഇനി എന്ത് പ്രശ്നമായിരിക്കും ഉണ്ടാവാൻ പോവുക, അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു ടൈമാണ്. അതാണ് ഈ നോ കോണ്ടാക്റ്റിനുള്ള ഇപ്പോഴത്തെ ഒരു കാരണം. അപ്പോൾ നിങ്ങൾ തമ്മിൽ മിസ്കമ്മ്യൂണിക്കേഷൻ ഉണ്ടായതുകൊണ്ട് ഉള്ളൊരു ബ്ലോക്കേജാണ്. അതുപോലെ തന്നെ ദ ഫുൾ കാർഡ് ഇവിടെ കാണിക്കുന്നത് എന്തിനും, അതായത് എന്ത് ചെയ്യാനും ആൾ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാനും ആൾ തയ്യാറുമാണ്. ആൾക്ക് നല്ല സ്നേഹവും കെയറും ഉണ്ട്, അത് കാണിക്കണം എന്നും ആളുടെ ഉള്ളിലിപ്പുണ്ട്. അതായത് നിങ്ങളുണ്ടായിരുന്നപ്പോൾ ഉള്ള ആ സന്തോഷം ആൾക്ക് ഇപ്പോൾ ഇല്ല എന്നുള്ളത് കൂടെ ഇവിടെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ തന്നെയാണ് ആ സന്തോഷം. പിന്നെ ചെറിയ മിസ്കമ്മ്യൂണിക്കേഷൻ കൊണ്ടുണ്ടായ ചില പ്രശ്നങ്ങളാണ് നിങ്ങളുടെ ഇടയിൽ വന്നിട്ടുള്ളത്. കിങ് ഓഫ് പെൻറ്റക്കിൾസ് എന്ന് പറയുമ്പോൾ ആളൊരു സ്റ്റേബിളായിട്ടുള്ളൊരു ഡിസിഷനാണ്. അതായത് ഫ്യൂച്ചർ എങ്ങനെ സെക്യൂർ ചെയ്യാം, അതിന് എന്തായാലും ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി വേണം, അതിനുള്ള ഒരു ശ്രമത്തിലാണ്. അതുകൊണ്ടാണ് ഇമോഷണൽ ബോണ്ടിങ്ങിനേക്കാളും ആൾ ഇപ്പോൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. അതായത് നിങ്ങളുടെ ഫ്യൂച്ചർ ലൈഫിനെ എങ്ങനെ സെക്യൂർ ചെയ്യാം എന്നുള്ള രീതിയിലുള്ള ചിന്തയിലാണ് ആൾ. ദ എംപറർ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മേലൊരു കൺട്രോൾ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു കൺട്രോൾ അല്ല, അതായത് ലൈഫിന് മേലെയുള്ള കൺട്രോൾ. ഞാൻ ഈ പറഞ്ഞ പോലെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരണം, സ്ഥിരതയുള്ളൊരു ലൈഫായിരിക്കണം, ഇങ്ങനെ ഇനി പറ്റില്ല, മുന്നോട്ട് ഒരു സെക്യൂർ ആവണം, അങ്ങനെ ഒരു ചിന്തയുമുണ്ട്. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ആൾക്ക് ചെറിയൊരു ഇമ്മെച്യൂരിറ്റി ഇടയ്ക്ക് എവിടെയോ വന്നിട്ടുമുണ്ട്. അതാണ് ഇപ്പോഴത്തെ ആളുടെ അവസ്ഥ. അപ്പോൾ ആൾ നല്ല രീതിയിൽ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, നിങ്ങളോട് സ്നേഹമുണ്ട്, കെയറും ഉണ്ട്, നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നിങ്ങളുടെ ലൈഫ് സെക്യൂർ ആക്കണം എന്നുള്ളതാണ് കൂടുതലായിട്ടുള്ള ഇപ്പോഴത്തെ ചിന്ത. ആളിൻ്റെ ഇപ്പോഴത്തെ ഉള്ള പ്രശ്നങ്ങളെയൊക്കെ, കറൻറ്റ് സിറ്റുവേഷൻസിനൊക്കെ, കുറച്ച് ഫിനാൻഷ്യൽ ഇഷ്യൂസും എല്ലാം ആൾക്ക് ഇപ്പോൾ ഉണ്ട്. കുറച്ച് റെസ്പോൺസിബിലിറ്റിയുടെ കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് അതെല്ലാം തീർത്ത് ഒരു സ്ഥിരതയോടുകൂടി സമാധാനമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആളുടെ ചിന്ത. അപ്പോൾ നന്ദി.